പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടെസ്റ്റ് ടു സ്പീച്ച് അതുപോലെ സ്പീച്ച് ടു ടെസ്റ്റ് ഈ രണ്ട് സംഭവങ്ങൾ സ്കെച്ചുവർ വെച്ചിട്ട് എങ്ങനെ സെറ്റ് ചെയ്യുമെന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ആക്കുകയാണ്. സ്പീച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്, ക്രിയേറ്റ് കൊടുക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഒരു എഡിറ്റ് ടെസ്റ്റ് എടുത്തിട്ട് അതിൽ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വിഡ്ത്ത് മാച്ച് പാരൻ്റ് കൊടുക്കുക. അതുപോലെ സൈസ് ഒരു 18 കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഹിൻഡ് എടുത്തിട്ട് എൻ്റർ ടെസ്റ്റ് ടു സ്പീക്ക് എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിലൊരു ബട്ടൺ കൂടെ നിൽക്കുക. ബട്ടൻ്റെ വിഡ്ത്ത് മാച്ച് പാരൻ്റ് കൊടുത്തോ. അതുപോലെ അതിൻ്റെ മാർജിൻ എടുക്കുക. മാർജിൻ എടുത്തിട്ട് ആ ഓള് കളഞ്ഞിട്ട് ലെഫ്റ്റിൽ ഒരു 20 കൊടുക്കുക, റൈറ്റിലും ഒരു 20 കൊടുക്കുക. ബാക്കി അങ്ങനെ ഇടുന്നോട്ടെ. ഓക്കെ. എന്നിട്ട് ആ ബട്ടൻ്റെ സൈസ് എടുത്തിട്ട് ഒരു 16 കൊടുക്കുക. എന്നിട്ട് സ്റ്റൈല് ബോൾഡ് കൊടുക്കുക. ടെസ്റ്റ് എടുത്തിട്ട് പ്ലേ, അതുപോലെ സ്ലാഷ് ഇട്ടിട്ട് പൗസ്. ഇതെന്തിനാണ് കൊടുത്തതെന്നുള്ളത് നമ്മൾ അവസാനം പറഞ്ഞുതരാം. അതിന് ശേഷം നിങ്ങൾ ഇങ്ങോട്ട് മറിക്കുക, ഇവൻറ്റ് അതുപോലെ കോമ്പോണൻറ്റിലോട്ട് മറിക്കുക. എന്നിട്ട് അതിൽ പ്ലസ് ബട്ടൺ കൊടുക്കുക അടിയിലുള്ള. എന്നിട്ട് അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോണത് ടെസ്റ്റ് ടു സ്പീച്ചാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കണം. ആ രീതിയിലാണ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു സ്പീച്ച് ആഡ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ നമ്മളോട് സെറ്റ് ചെയ്യാൻ പോണത് ഈ ഒരു എഡിറ്റ് ടെസ്റ്റിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റ് എൻ്റർ ചെയ്തിട്ട് ഇവിടെ പ്ലേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എൻ്റർ ചെയ്ത ടെസ്റ്റ് അവർ സംസാരിച്ചിട്ട് പറഞ്ഞു തരും. അതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ അമർത്തണമെന്നുണ്ടെങ്കിൽ അത് പൗസ് ആവണം. ആ രീതിയിലാണ് പ്ലേ പൗസ് എന്നുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഇവൻ്റ് എടുക്കുക. എന്നിട്ട് ഓൺ ക്ലിക്ക് എടുക്കുക. എന്നിട്ട് അതിൽ കോമ്പോണൻറ്റ് എന്നുള്ള സെക്ഷൻ എടുക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും അടി പോയിട്ടുണ്ടെങ്കിൽ കണ്ട ടെസ്റ്റ് ടു സ്പീച്ചിൻ്റെ കുറച്ച് ബ്ലോക്കുകൾ അതിൽ കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ എടുക്കുക, ഈ സ്പീക്കിംഗ് എന്നുള്ളത്. അതുപോലെ പിച്ച്, സ്പീച്ച് റൈറ്റ്, അതൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട. അതിൽ തേർഡ് ലാസ്റ്റ് എടുക്കുക. അതുപോലെ സ്റ്റോപ്പ് എന്നുള്ളത് എടുക്കുക. ഈ മൂന്നെണ്ണം ഇപ്പോൾ തൽക്കാലം നമുക്ക് മതി. പിന്നെ അടിയിൽ ഷട്ട് ഡൗൺ ആണ്, അത് വേണ്ടപ്പോൾ. എന്നിട്ട് കൺട്രോൾ എന്നുള്ള സെക്ഷൻ എടുക്കുക. എന്നിട്ട് അതിൽ ഇഫ് എൽസ് എന്നുള്ളൊരു ബ്ലോക്ക് കാണാൻ പറ്റും. അതെടുത്തിട്ട് ഇവിടെ കൊടുന്ന് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം എടുത്ത് കൊടുന്ന് വെക്കുക, ഈ സ്പീക്കിംഗ് എന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ തൊട്ടടിയിലായിട്ട് സ്റ്റോപ്പ് എന്നുള്ള കൂടെ നിൽക്കുക. അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് സെറ്റ് സ്പീക്ക് എന്നുള്ള കൂടെ നിൽക്കാം. എന്നിട്ട് നമ്മൾ ഈ ടെസ്റ്റ് ടു സ്പീച്ചിൻ്റെ അവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ആക്കിയ കോമ്പോണൻറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ. ഇതിപ്പോൾ സെറ്റ് ചെയ്തുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് സ്പീച്ച് ഈസ് സ്പീക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും എൻ്റർ ചെയ്ത് കൊടുത്ത സാധനം അവരിങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടി കൊടുത്തുള്ളത് സ്റ്റോപ്പാണ്, അത് പൗസ് ആക്കണം, സ്റ്റോപ്പ് ആക്കണം. അതല്ല സംസാരിച്ചുകൊണ്ടിരിക്കണില്ല എന്നുണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യണം. ആ രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ സെറ്റ് സ്പീക്ക് ഉണ്ടല്ലോ, ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹലോ എന്നുള്ളത് സംസാരിക്കുക ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഹലോ എന്ന് കൊടുത്ത് സെറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ മുന്നേ ആപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ല ആപ്പ് റൺ ചെയ്യുമ്പോൾ അതിലൊരു എഡിറ്റ് ടെസ്റ്റ് ഉണ്ടല്ലോ, എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലെന്താണ് എൻ്റർ ചെയ്തത് അതാണ് ഇവിടെ പറയേണ്ടത്, അല്ലാണ്ട് നമ്മളിവിടെ അടിച്ചു കൊടുത്തല്ല പറയേണ്ടത്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്യണ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വ്യൂ എന്നുള്ള സെക്ഷൻ എടുക്കുക. എന്നിട്ട് അതിൽ ടെസ്റ്റ് വ്യൂ ഗെറ്റ് ടെസ്റ്റ് എന്നുള്ളൊരു ബ്ലോക്ക് കാണാൻ പറ്റും. അതെടുത്തിട്ട് നമ്മളെ എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സെറ്റ് സ്പീക്ക് എന്നുള്ളത് നമ്മൾ എഡിറ്റ് ടെസ്റ്റിൻ്റെ ഉള്ളിൽ എന്താണോ ടൈപ്പ് ചെയ്തത് അതാണ് ഇവിടെ സംസാരിക്കുക. എന്നിട്ട് ബാക്ക് അടിക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഓപ്പൺ അടിക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. വെറുതെ ഇവിടെ പൗസ് അടിച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഞാനിവിടെ എൻ്ററിൻ്റെ അവിടെ ഹലോ ഹായ് ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ പ്ലേ കൊടുക്കുകയാണ്. ഹലോ ഹൗ ആർ യു കണ്ടാ സംസാരിക്കുന്നുണ്ട്. ഹലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. അതങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹലോ ഹൗ ആർ യു കണ്ടാ ഞാൻ മാറ്റിയിട്ട് വേറെ കൊടുക്കുകയാണ്. സബ്സ്ക്രൈബ്. കണ്ടാ സംഭവം വർക്കിംഗ് ആണ്. ഇനി അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ടെസ്റ്റ് ആയിട്ട് വരണം. അതാണ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് സൈഡിലേക്ക് മറിക്കുക. എന്നിട്ട് അതിൽ കോമ്പോണൻറ്റ് എന്നുള്ള സെക്ഷനിൽ ആഡ് കൊടുത്തിട്ട് സ്പീച്ച് ടു ടെസ്റ്റ് എന്നുള്ള കോമ്പോണൻറ്റ് ആഡ് കൊടുക്കുക. ഞാനവിടെ ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ആഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ഏരോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് സംഭവം കാണാൻ പറ്റും. ഓൺ സ്പീച്ച് റിസൾട്ട്, സ്പീച്ച് എറർ, അതവിടെ ഇരുന്നോട്ടെ. അതിലൊരു സംഭവം ചെയ്യാണ്ട് ലാസ്റ്റ് പറഞ്ഞുതരാം. എന്നിട്ട് ഇവിടെ നമുക്ക് ആദ്യം അതിൻ്റെ ഡിസൈൻ ചെയ്യാൻ ഞാനിപ്പോൾ ലീനിയർ എച്ച് 2 പ്രാവശ്യം കൊടുന്ന് വെച്ചിട്ടുണ്ട്. അത് വെറുതെ കുറച്ച് സ്പേസ് ഇടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അടിയിൽ ബട്ടൺ എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ആ ബട്ടൻ്റെ വിഡ്ത്ത്
മാച്ച് പേരൻ്റ് കൊടുക്കുക. അതുപോലെ മാർജിനും ഓൾ മാറ്റിയിട്ട് ലെഫ്റ്റും റൈറ്റും ഒരു 25 കൊടുക്കുക. എന്നിട്ട് ടെസ്റ്റ് എടുത്തിട്ട് സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കുക. ടെസ്റ്റ് സൈസ് 16, സ്റ്റൈൽ ബോൾഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ വേറൊരു ബട്ടണും കൂടി കൊണ്ട് നിൽക്കുക. എന്നിട്ട് അതിൻ്റെ വിഡ്ത്ത് മാച്ച് പേരൻ്റ് കൊടുക്കുക. മാർജിൻ എടുത്തിട്ട് ലെഫ്റ്റും റൈറ്റും 25 കൊടുക്കുക. ടെസ്റ്റ് എടുത്തിട്ട് സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുക്കുക. എന്നിട്ട് ടെസ്റ്റ് സൈസ് എടുത്തിട്ട് 16, സ്റ്റൈൽ ബോൾഡ് കൊടുക്കുക. അതിൻ്റെ അടിയിൽ നമ്മളിപ്പോൾ എന്താണോ സംസാരിച്ച് അത് ടെസ്റ്റായിട്ട് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് വ്യൂ എടുത്ത് കൂടെ നിൽക്കുക. അതിൻ്റെ ടെസ്റ്റ് സൈസ് 14, സ്റ്റൈൽ നമുക്ക് ഇറ്റാലിക് കൊടുക്കുക. അതുപോലെ വിഡ്ത്ത് മാച്ച്, ഹൈറ്റ് മാച്ച് പേരൻ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നുള്ള. എന്നിട്ട് അതിൽ ഇവൻ്റ് എടുക്കുക. എന്നിട്ട് ഓൺ ക്ലിക്ക് എടുക്കുക. എന്നിട്ട് അവിടെ കോമ്പണൻ്റ് എന്നുള്ള സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടിയിൽ സ്റ്റാർട്ട് ലിസണിങ് എന്നുള്ള ഒരു ബ്ലോക്ക് കാണാൻ പറ്റും. എന്നിട്ട് അവിടെ നമ്മളെ കോമ്പണൻ്റ് സെലക്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ടോസ്റ്റ് കൊടുക്കുക. ടോസ്റ്റിൽ എന്ത് ചെയ്യുക, റെക്കോർഡിംഗ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ റെക്കോർഡിംഗ് കൊടുക്കുക. എന്നിട്ട് 3 ഡോട്ട് ഇങ്ങനെ ബാക്ക് അടിക്കുക. അതിലമർത്തുമ്പോൾ നമ്മൾ എന്താണ് സംസാരിക്കുന്നത് റെക്കോർഡാവണം. അതിനുശേഷം സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നുള്ള ഒരു ബ്ലോക്ക് ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ക്ലിക്ക് എടുക്കുക. എന്നിട്ട് അതിൽ കോമ്പോണൻ്റ് എടുക്കുക. എന്നിട്ട് സ്റ്റോപ്പ് ലിസണിങ് എന്നുള്ള ആ ഒരു സംഭവം എടുത്ത് കൂടെ നിൽക്കുക. എന്നിട്ട് ടോസ്റ്റ് കൊടുക്കുക. ടോസ്റ്റിൽ റെക്കോർഡിംഗ് സ്റ്റോപ്പഡ്. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ആക്കില്ല, ആ ഒരു സംഭവമാണ്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് റെക്കോർഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റിൽ നമ്മളെന്താണ് സംസാരിച്ചത് അത് ഈ ഒരു ടെസ്റ്റിൽ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പീച്ച് ടു ടെസ്റ്റിൻ്റെ ആരിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ സ്പീച്ച് റിസൾട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് സംഭവിക്കേണ്ടതെന്നാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വ്യൂ എന്നുള്ള സെക്ഷൻ എടുക്കുക, അടിയിൽ ബ്ലോക്കിൽ. എന്നിട്ട് അതിൽ സെറ്റ് ടെസ്റ്റ് എന്നുള്ളൊരു ബ്ലോക്ക് കാണാൻ പറ്റും, ടെസ്റ്റ് വ്യൂ. എന്നിട്ട് അതിൽ ലാസ്റ്റത്തെ ടെസ്റ്റ് ഉണ്ടല്ലേ നമ്മൾ ലാസ്റ്റ് ആഡാക്കിയുള്ള അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ സെറ്റ് ടെസ്റ്റിൻ്റെ അവിടെ ഈ മുകളിലുള്ള ഈ റിസൾട്ട് എന്നുള്ള ഈ സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ കൊടുന്ന് വെക്കാനൊക്കെ പറ്റും. അമർത്തി പിടിച്ചിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൊടുന്ന് വെക്കുക. എന്നിട്ട് ബാക്ക് അടിക്കുക. അതുപോലെ സ്പീച്ച് എററുന്നുണ്ട്. നമ്മളെന്തെങ്കിലും കുരുത്തക്കേടൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വർക്കാവില്ല. മലയാളമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ വർക്കാവുമെന്നൊക്കെ അറിയില്ല. അപ്പോൾ എന്തായാലും എറർ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എററായി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടോസ്റ്റ് കൊടുക്കുക. ടോസ്റ്റിൻ്റെ ഉള്ളിൽ എറർ മെസ്സേജ് കൊടുക്കുക. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് റൺ ചെയ്യാം ആപ്പ്. ഓക്കെ, ഇൻസ്റ്റാൾ അടിക്കുക. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു സ്പീച്ച് റെക്കോർഡിംഗ് ഓഡിയോൻ്റെ ഒരു പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്കയുടെ പെർമിഷൻ വേണം, അതാണ് ചോദിച്ചിട്ടുള്ളത്. അത് അലോ കൊടുക്കുക. ഇനി ഞാനിപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കിയിട്ട കാരണം എനിക്കിവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു ഫോണിൽ നിന്ന് ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ആപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കാൻ പോവുകയാണ്. ഹലോ 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 സ്റ്റോപ്പ് കൊടുക്കുക. കണ്ട, ഹലോ 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 സ്റ്റുപ്പിഡ് എന്ന് വന്നിട്ടുള്ളത്. മലയാളം സപ്പോർട്ടാവില്ല തോന്നുന്നു. ഞാനൊന്നുകൂടിയും ഇത് നിങ്ങൾ സ്റ്റോപ്പ് കൊടുക്കാണ്ട് തന്നെ സംസാരം നിർത്തി കഴിഞ്ഞാലും ഈ ഒരു റിസൾട്ട് വരെ ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഹലോ ഹലോ ഹലോ. കണ്ട, നമ്മൾ സംസാരം നിർത്തിയാലും റിസൾട്ട് വരും, അതുപോലെ സ്റ്റോപ്പ് കൊടുത്താലും റിസൾട്ട് വരും. ഹലോ 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 ഹലോ. കണ്ട, സംഭവം വർക്കിംഗ് ആയിട്ടുണ്ട്. അതുപോലെ മുകളിൽ ഈ എൻ്റർ ടെസ്റ്റിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ എന്തൊക്കെ കാണിക്കണം കേട്ടോ. സംഭവം വർക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ ചെയ്യുക.